ഞാൻ ഇറങ്ങാൻ നിന്നാന്ന്. അപ്പൊ അവള് പറയണ കറിക്കൊന്നുമില്ലാന്ന്. ഞാൻ എന്തെങ്കിലും വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് ഉടനെ അങ്ങോട്ട് വരാം. ആ മന്മഥനെ ആ മൈക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാൻ പറയാം. ഇളാവുമ്പോ എന്തെങ്കിലും പറഞ്ഞോണ്ട് നിന്നോളും. ഉള്ളവര് ഓടിക്കാതിരുന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹിറ്റ്ലറും മന്മഥനും ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഈ നാട്ടിലെ ഒരു കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ബുദ്ധിമുട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ ഹിറ്റ്ലറുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ നാളായി മണ്ടോദരി എന്ന ഈ ഇരിക്കുന്ന നമ്മുടെ ഈ സഹോദരിയുടെ ചികിത്സ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധനസഹായം കൊടുത്തു. പിന്നെ എന്തിന് അപ്പോ ഒരു കുഞ്ഞിന്റെ സിനിമയുടെ മരം വിളിക്കായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരിക്കുന്ന സഹോദരി നമ്മുടെയൊക്കെ സ്വന്തം സഹോദരിയാണ്. ഈ സഹോദരി അങ്ങനെ ആരുമില്ലാതെ നമ്മൾ അങ്ങനെ വിടില്ല. എന്താവശ്യം ഇനി വന്നാലും ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും. ഇപ്പൊ തന്നെ ഞങ്ങൾ മാസാമാസം ചെലവിനുള്ള കാശ് കൊടുക്കുന്നുണ്ട്, ചികിത്സക്കുള്ള കാശ് കൊടുക്കുന്നുണ്ട്. മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാബുവിന്റെ മെഡിക്കൽ സ്റ്റോർ വാങ്ങുന്നില്ലേ അല്ലേ? പിന്നെ അതുപോലെ ആയിരിക്കുന്ന മോന്റെ പഠനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഹിറ്റ്ലറിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വരും കാലങ്ങളിലും നാട്ടുകാരായ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ ഹിറ്റ്ലർ ഇതിലും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അടുത്ത കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അതെ, പിന്നെ പ്രസിഡന്റ് എത്ര 5 മിനിറ്റ് കൂടി ബൈക്ക്. അപ്പൊ പിന്നെ തണുപ്പുള്ള രാത്രി തനിച്ചുരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ അടയ്ക്കില്ല കാണിനി നിന്നെ ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ പി സൂദൻ സാർ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ നമ്മുടെ നാടിനെ പുളകച്ചാട്ട് അണിയിച്ചുകൊണ്ട് ഹിറ്റ്ലറിന്റെ രക്ഷാധികാരിയും പ്രസിഡന്റ് ശീതളജ മൊയ്തൂവിത അദ്ദേഹത്തെ ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവരെ എന്റെ പേര് പാലിക്കാതെ ഇതാ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. കാര്യപരിപാടി തുടങ്ങുക. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ട് ഹിറ്റ്ലർ ക്ലബിലെ അംഗം മൊയ്തു ചിട്ടപ്പെടുത്തിയ ഒരു സ്വാഗതഗാനം ആലപിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവരും കൂടിയാണ് ഞങ്ങൾ പാടുന്നത്. 1 2 3 4 ഇതുവരെ നിൽക്കാൻ പഠിച്ചിട്ടുള്ള സ്റ്റേജിൽ സൂക്ഷിച്ച് ഒന്നുകൂടെ റെഡി 1 2 3 വ്യത്യസ്തനാമൊരു പ്രസിഡന്റാം സുഗതനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു പ്രസിഡന്റാം സുഗതനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന്റെ അഭിമാനമാകും. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിന്റെ അഭിമാനമാകും. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അതാണിയാണ് സുഗതൻ. കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അതാണിയാണ് സുഗതൻ. വെറും
ഒരു സുഗതൻ ഇവനൊരു വീരൻ സുഗതൻ ഒരു വീരൻ ഇവനൊരു ധീരൻ നമ്മുടെ നാടിൻ നാളത്തെ മന്ത്രി തോഴൻ 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 വ്യത്യസ്തനാമൊരു ബാർബറ ബാലനെ വ്യത്യസ്തനാമൊരു പ്രസിഡന്റ് സുഗതനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ പ്രിയ പെങ്ങൾ മണ്ഡോദരിക്കുള്ള ധനസഹായ വിതരണവും ഈ കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP സുഗതൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സാംസ്കാരിക സംഘടനയ്ക്ക് എന്തുകൊണ്ടും യോജിച്ച പേരാണ് ഹിറ്റ്ലർ എന്ന നാമമാണ് നൽകിയിട്ടുള്ളത്. ഹിറ്റ്ലറെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. 10,000-കണക്കിന് ജനങ്ങളുടെ ജീവന്റെ വില തിരിച്ചറിഞ്ഞ മഹത്തായ വ്യക്തിയാണ് ഹിറ്റ്ലർ. ആ നാമം എന്തുകൊണ്ടും ഇതിനെ യോജിച്ചതാണ്. ഈ നല്ല മനസ്സുകളുടെ കൂട്ടായ്മയുടെ ഇന്നത്തെ ഈ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഈ പഞ്ചായത്തിന്റെ തന്നെ സഹോദരി, നമുക്കെല്ലാം അറിയാം, മണ്ഡോദരി, അവരിന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും അറിയാം. ഭർത്താവിന്റെ മരണശേഷം നിത്യവൃത്തിക്ക് വഴിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ, അടുത്ത വീട്ടിൽ നിന്നും പഴങ്കഞ്ഞി വാങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് അവരുള്ളത്. അവരുടെ മകനെ കുറിച്ച് നമുക്കറിയാം. ഒരേ ഒരു യൂണിഫോം മാത്രം ധരിച്ചാണ് ആ പാവം ബാലൻ വിദ്യാലയത്തിൽ പോകുന്നത്. എഴുതാൻ പുസ്തകത്തിൽ ഏടില്ലാതെ തൊട്ടടുത്ത കുട്ടിയുടെ കയ്യിൽ നിന്നും ഓരോ 7 ഡൈലിയും വാങ്ങിയാണ് അവൻ എഴുതുന്നതാണെന്നാണ് അറിഞ്ഞത്. ഉച്ചക്കഞ്ഞി മാത്രമാണ് ആ പാവത്തിന് പല ദിവസത്തെയും ഭക്ഷണം എന്നറിഞ്ഞപ്പോ നമുക്ക് വിഷമം തോന്നി. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം നമ്മുടെ പഞ്ചായത്തിൽ എന്നല്ല കേരളത്തിൽ തന്നെ ഇല്ല. ഇത്രയും ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട അവർക്ക് അത്താണിയാവാൻ ഹിറ്റ്ലർ മനസ്സ് തുറന്ന് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് ആ കുടുംബത്തിന് സഹായം നൽകണം എന്നുകൂടി താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് കർത്തവ്യത്തിലേക്ക് കിടക്കണം. ഞാൻ നല്ലൊരു തുക ഞാനിപ്പോ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ധനസഹായ വിതരണമാണ്. ഈ ധനസഹായം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ രക്ഷാധികാരി മൻമറൻ സാറിനെ വിളിക്കുന്നു. കുട്ടികളെ പിന്നെ ആദ്യം അമ്മയ്ക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കൂ. കൈയടി ഇനി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് സാറ് കൊണ്ടുവന്ന ബാഗാണ്. അതാണ് മകൻ സമ്മാനിക്കുന്നത്. അവിടെ നല്ല വിലപിടിപ്പുള്ളതാണ് കേട്ടോ. സൂക്ഷിച്ചു കൊണ്ടുപോകണം. പോലെ ഒരെണ്ണം വീട്ട് പൊട്ടിയുണ്ടായി കാര്യമാക്കണ്ട കേട്ടോ. അത് മറ്റേത് നല്ലതാണ്. എടുത്തെടുത്തോ. അല്ല, പ്രസിഡന്റ് വന്നില്ല. പ്രസിഡന്റ് കൂടെ നിർത്തിയോ? എടുത്തെടുത്തോ.